ഹലോ ഗൈസ്, നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗ്രാനി ചാപ്റ്റർ 2. അപ്പം നമ്മളിതേ ഗ്രാനി ചാപ്റ്റർ 2 കളിക്കാൻ പോവുകയാണ്. നമ്മൾ ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയൊന്നുമില്ല ഗൈസ്. അതെ, അപ്പാപ്പൻ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ അപ്പാപ്പൻ എന്നെ കണി കണ്ടിട്ടുണ്ട് ഗൈസ്. നേരെ മേലേക്ക് പോവാം. ഇതിലൊരു കാര്യമുണ്ട്, ട്വിസ്റ്റ്. അതെന്താ നിങ്ങൾക്ക് കളിക്കും പറയാം ഗൈസ്. അപ്പാപ്പൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പാപ്പൻ അവിടെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് വരുമോ അതോ അങ്ങോട്ട് പോകുമോ? പോയാൽ മതിയായിരുന്നു. നമുക്കിതിൻ്റെ മുകളിലുള്ള ഒരു പിക്ചർ എടുക്കാം ഗൈസ്. പോയി ഗൈസ്, നമുക്കിതിന് നമ്മളിന്ന് ഹെലികോപ്റ്റർ എസ്കേപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനെന്തെങ്കിലും ഉണ്ടോ? ഗൈസ്, നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പിന് വേണ്ട ഗ്ലാസ് വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പോയോ? ഗ്രാനിയുടെ പാട്ടൊക്കെ ഉണ്ട് തോന്നുന്നു. പോയിട്ടില്ലേ? നമുക്ക് ഗൈസ് ഇതിലെന്താ അത് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതിലെന്താ ഡോർ ഹാൻഡിൽ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഡോർ ഹാൻഡിൽ ഇതൊന്നും നമുക്ക് വേണ്ട ഗൈസ്. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ടാത്തതിന് നമുക്ക് വേണ്ട. നമ്മൾ നേരെ പോവുക. അതുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റി റൂമിൻ്റെ കേട്ടിട്ടില്ല. പിന്നെ എങ്ങോട്ട് നമ്മൾ പോണ്? നമുക്കിനി ഒരു 2 പിക്ചറും കൂടിയും കിട്ടുക. നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ വഴി പോകുമ്പോൾ എനിക്ക് അതിന് കുറേ സാധനങ്ങളൊക്കെ വേണം. ഒക്കെ നേരെ പോയൊക്കെ അവിടെ ഗൈസ് അടുത്ത പിക്ചർ പീസ് ഉണ്ട്. ഇതിവിടെ കിടക്കണ്ട. എനിക്ക് പിന്നെ ഓർമ്മ വരില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിടാൻ പോവാണ്. അപ്പം ട്വിസ്റ്റ് എന്താണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാം കേട്ടോ ഗൈസ്. ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ സാധനം വരുന്നുണ്ടോ? ഒരു നടക്കണ സൗണ്ടൊക്കെ കേൾക്കണേ. പേടിയാവുണ്ട് കേട്ടോ. നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവുക ഗൈസ്. വരുന്നുണ്ടോ? ഇല്ല, പേടിയാവുന്നുണ്ട്. പേടിയാവണം ഗൈസ്. വരുന്നുണ്ടോ? ഇതെന്താ? വരുന്നില്ല തോന്നുന്നു ഗൈസ്. വന്നു എനിക്ക് തോന്നിയുള്ളതാണ് ഞാൻ ഒളിച്ചെന്നത്. വരുന്നൊരു ചെറിയ ഭാഗനെ കണ്ടു, അതുകൊണ്ട് എന്നെ ഒളിച്ചെന്നത് ഗൈസ്. തന്ത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ എന്നെ പെറുപുറത്തിട്ടാണ് പോണത് ഗൈസ്. തന്ത എന്നെ പെറുപുറത്തിട്ടാണ് പോണത്. അപ്പോൾ ഗൈസ് വെപ്പൺ കീ നമ്മൾ വളരെ ലക്കിയാണ് ഗൈസ്. വെപ്പൺ കീ ഒക്കെ കിട്ടി നമുക്ക് ഗൈസ്. ട്വിസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗ്രാനിയുടെ ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. സംഭവം എൻ്റെ ഗ്രാനി വരുന്നില്ല, എടുത്തിട്ടും വരുന്നില്ല. അപ്പോൾ ഞാൻ ഗ്രാൻഡ് പാൻ്റെ അടുത്ത് നോക്കിയപ്പോൾ കിട്ടി. അതുകൊണ്ട് ഞാൻ കളിച്ചത്. ഗ്രാൻഡ് അടുത്ത് കളിക്കണം എന്നുണ്ട്, ബട്ട് നമുക്ക് ഗ്രാൻഡ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കളിച്ചിട്ടില്ല. സൗണ്ട് കേട്ടെങ്ങനെ വരുമോ? വരില്ല തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ചടിയല്ലോ ഗൈസ്. ഈ സമയം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും ഗെയിമായിട്ട് വരും. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിം വേണമെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് എടുത്ത് ചാടാം അല്ലേ? എന്നിട്ട് നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഗൈസ്, നമ്മൾ നേരെ ബാത്റൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? സ്പാർക്ക് പ്ലഗ് ആണോ? ഇതൊന്നും ആർക്കും ആവശ്യമില്ലാത്ത ഇവിടെ. ഇത് സ്ലൈഡ്രീനാൻ്റെ കുട്ടിയാണ് ഗൈസ്. സ്ലൈഡ്രീനാൻ്റെ കുട്ടിയാണത്. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ സാധനം ഇവിടുന്ന് ഒരു നെറ്റില്ലേ, അതിങ്ങനെ ഊരെടുക്കാം ഗൈസ്. ഇപ്പോഴേക്ക് തന്ത വരുമോ? വരും തോന്നുന്നില്ല ഗൈസ്. ഇനി ആ കുട്ടീനെ നമുക്ക് അതായി ഗൈസ്. 3 പിക്ചർ പീസ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. 3ാമത്തെ പിക്ചർ പീസ് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കണ്ടേ? വെക്കണം. ഞാനവിടെ വഴി തുറന്നിട്ടുണ്ട്. നമുക്കതിന് മുന്നേ ഇത് തുറന്നു വെക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വെപ്പൺ കീ എടുത്ത് തരാമല്ലോ. എങ്ങാനും അപ്പപ്പൻ ഇങ്ങോട്ട് വന്നാൽ നമ്മളാകെ മുഞ്ചും ഗൈസ്. അപ്പപ്പൻ ഇവിടെ ഇല്ലല്ലോ. ഇനി നമുക്ക് അടുത്തത് ബോട്ട് എസ്കേപ്പ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങളൊരു 10K ലൈക്ക് തന്നെ ഗൈസ്. നമ്മുടെ ഹെലികോപ്റ്റർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നൊരു ഇതിലാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഗസോളിന് വേണം, ഹെലികോപ്റ്റർ കീ വേണം, പിന്നെ ഡക്ക് ടാപ്പും വേണം. ഇത് 3 കിട്ടുക നമ്മൾ എന്തായാലും എസ്കേപ്പ് ചെയ്യും കേട്ടോ. വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നേരെ പോയി വെക്കാം. തന്ത ഉണ്ടോ അവിടെ? തന്ത കാണാനില്ല അവിടെ. ഈ അപ്പാപ്പൻ അവിടെ ഒന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ നേരെ പോകണേ. സ്ഥലമൊക്കെ പോയോ? അതാ സ്ഥലം കിട്ടിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട് ഗൈസ്. ഷോർട്ട് കട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വാ, എല്ലാവരും വാ. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഓരോന്നോരോന്ന് വിളിച്ചു തരാം. ഇവിടെ അങ്ങനെ ഉണ്ട്. ഇനി ഞാൻ വെടിയൊക്കെ നോക്കി അപ്പാപ്പനെ കാണേയില്ല. ആ കുട്ടീനോട് വെടിച്ചാലോ? ആണോ? നമുക്ക് പേടിയാവും കേട്ടോ. അപ്പോഴേക്കും അപ്പാപ്പൻ എവിടുന്നാണ് വരികയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതാണ്
ഗേസ് അപ്പം മൂന്നെങ്ങനെ വന്നാൽ മതിയായിരുന്നു ഗേസ്. അപ്പം നമ്മൾ ഇതേ മേലൊക്കെ നോക്കട്ടെ. നമ്മൾ ടേബിളും അതിൻ്റെ ഇത് ഗേസ് അപ്പാപ്പൻ വന്നു. 2 മിനിറ്റിനൊക്കെ നമ്മുടെ അപ്പാപ്പൻ ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് ഗേസ് സെക്യൂരിറ്റി കീ എടുത്ത് പോവാം ഗേസ്. നമുക്ക് ഞാൻ ഏതൊക്കെ വഴി കൂടെ പോകണേ, നമുക്കിത് കൂടെ പോകണ്ട ഗേസ്. നമുക്ക് ധൈര്യം ഈ അപ്പാപ്പൻ്റെ കാല് പിടിച്ച് വരുന്നൊക്കെ ഒറ്റ ചവിട്ടാണ്ട് കൊടുക്കണം. ചവിട്ടാനായിട്ട് നമുക്ക് കാലിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഗേസ്. നമുക്ക് നേരെ പോവാം. നമുക്ക് സെക്യൂരിറ്റിക്ക് കീ അങ്ങോട്ട് തുറക്കാം, അല്ല റൂം അങ്ങോട്ട് തുറക്കാം. നമ്മുടെ എല്ലാ പിക്ചേഴ്സിനും ഇതിൽ ഏറ്റവും ഏറുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോന്നും അവിടെ അങ്ങനെ കൊണ്ടുപോയി വെക്കലാന്ന് പറയാം. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ കടമയാണല്ലോ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അടുത്ത സാധനം കൊണ്ടുപോയി വെക്കണ്ടേ. അത് നിങ്ങൾക്ക് ബോറടി ആണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഗൈസ് എനിക്ക് ആ സ്റ്റെപ്പ് ചാടാൻ വയ്യ, അതുകൊണ്ട് നമ്മുടെ കാൽ ഉളുക്കും എന്ന കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ മുകളിൽ നിന്ന് ചാടി. നമുക്ക് ഇനിയും കയറണം. നമുക്ക് ഇനി ഗ്ലാസ് ഫ്യൂസും കൂടി അവിടെ വെക്കണം, നല്ല കറക്റ്റാവുള്ളൂ. ഗൈസ് നമുക്ക് 3 പിക്ചർ പീസും കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് കൂടെ ഒക്കെ ചാടാൻ നല്ല ഇഷ്ടമാണ് ഗൈസ്. ഞാനെപ്പോൾ ചാടുമ്പോഴും ആ മൊമെൻ്റെയും അല്ല ഗ്രാനിയുടെയും ഗ്രാൻഡ് പാടിയും വായിൽ ചെന്ന് കൊടുക്കും ഗൈസ്. നമുക്ക് ഷോർട്ട് ഗണ്ണ് നേരെ എടുക്കാം. ഷോർട്ട് ഗണ്ണിൽ ആകരട്ടുണ്ടല്ലോ കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് നേരെ പോവാം. ഇവിടെ നിന്ന് അപ്പാപ്പനെ കാണാമല്ലോ. അപ്പാ പോയി. നമുക്ക് എന്തായാലും ഇവിടെ എന്താ നോക്കാം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവർക്ക് ഇവിടെ കൊടുന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ്. ഇവിടെ സേഫ്റ്റി വേണം. സേഫ്റ്റി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതിലൊന്നും വെച്ചിട്ടില്ല, പിന്നെ അത് ഇവിടെ കൊടുന്ന് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, ഇതിലൊരുണ്ട് നമുക്ക് ഗ്രാൻഡ് പാക്ക് കൊടുക്കാം ഗൈസ്. അതാണ് ആഗ്രഹം. ഗ്രാൻഡ് പാ വരുന്ന ഒന്നും കാണാനില്ല. ഇതെന്താ എവിടെ നിന്ന് വരാനാണാവോ? ഗ്രാൻഡ് പാ ഞാൻ ഇവിടെ ഉണ്ട്, കൂടി വാ. ഓ തട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ടൂടെ. ഗ്രാൻഡ് പാ എവിടെ? ഗ്രാൻഡ് പാനെ ഗൈസ് കാണാനില്ല. ചിലപ്പോൾ 2 മിനിറ്റ് ഒന്നും കേട്ടൊന്നും ഉണ്ടാവില്ല. ഗ്രാൻഡ് പാനെ കാണാനില്ല. നമുക്ക് നേരെ ചെന്നിട്ട് കുട്ടിയുടെ അടുത്തൊക്കെ പോവാം. അവനങ്ങോട്ട് വെടിച്ചാലോ? അതവിടെ നിന്നില്ലേ ഗൈസ്ക്ക്. ഇവിടുന്ന് ഇങ്ങനെ പിന്നെ തിരിഞ്ഞ് വരാൻ തീരെ കഴിക്കൂല, അതുകൊണ്ടാണ് ഞാൻ ഗൈസ് കൊണ്ട് ഈ ചെക്കനക്ക് വല്ലാത്ത ഒരു വൃത്തിയായിട്ട സ്വഭാവമാണ് ഗൈസ്. നമുക്കവനെ ഷൂട്ട് ചെയ്യാം ഗൈസ്. അവനെ ഷൂട്ട് ചെയ്തത് കൊണ്ടില്ല. അയ്യോ, ഇപ്പം എന്തായാലും അപ്പാപ്പൻ അങ്ങോട്ട് വരുമോ കാലം. ആ റൂമിലേക്ക് എന്തായാലും പോകും. അപ്പാപ്പൻ എവിടെ നിന്നാണ് വരുന്നതാണാവോ? അധികം അപ്പാപ്പൻ ബാത്റൂമിൽ അല്ല ഗൈസ്. അത് അപ്പാപ്പൻ എന്നെ നോക്കിയിട്ടാണ് ഗൈസ് പോണത്, എന്നിട്ട് എന്നെ കാണുന്നില്ലേ. ഓ സ്ലഡിന് എൻ്റെ കുട്ടീനോടില്ലേ ഗ്രാൻഡ് പാക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ ഗ്രാനിക്ക് തീരെ ഇഷ്ടമല്ല തോന്നുന്നു. നമ്മുടെ അപ്പാപ്പൻ എന്താ വരാത്ത? ഓഫ് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഏതാ ഭാഷ? ഇംഗ്ലീഷ് തന്നെയാണോ ഗൈസ്? വരുന്നുണ്ട്. 2 മിനിറ്റിനൊക്കെ അവിടെ ഇരുന്നു കേട്ടോ ഗൈസ്. നമുക്ക് നേരെ ഷോർട്ട് ഗണ്ണായിട്ട് നേരെ മേലക്കോ വരെ എമോ കൊടുക്കാം നമുക്ക്. നമ്മളിനി മേലക്ക് ഒരു കാര്യം നമ്മൾ എടുക്കാൻ മറന്നു. നമ്മളില്ലേ ആ കുരുപ്പിനെ വെടി വെച്ചില്ല, പിന്നെ ഇങ്ങോട്ട് നമ്മൾ മേലക്കോണ് കുരുപ്പിനെ വെടിവെക്കാൻ മറന്നുപോയി. ഇതിൻ്റെ കരച്ചിലേക്കാൻ എന്തൊരു രസമാണ്. എന്തൊന്നുമില്ലേ. ഗൈസ് നമുക്ക് ഹെലികോപ്റ്റർ കീ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഭയങ്കര ലക്കിയാണ്. നമുക്ക് നേരെ പോവാം. ഇത് കൂടെ നേരെ കയറി പോവാം ഗൈസ്. അതാവും കുറച്ചും കൂടിയും ഷോർട്ട് കട്ടായിട്ടുള്ളൊരു വഴി. നമുക്ക് നേരെ പോകാം. എന്തായാലും ഇപ്പോൾ ഇത് ഇട്ടിട്ട് കാര്യമില്ല, അഥവാ അപ്പാപ്പം വന്ന് നമ്മളെങ്ങനെയും വിടാം. നമുക്കത് മേലെ തന്നെ അങ്ങോട്ട് വെക്കാമല്ലേ. മേലെ തന്നെ വെക്കാം. ഇനി നമുക്ക് ഷോർട്ട് ഗൺ എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് ഞാൻ എന്തോ ആലോചിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ.
എൻ്റെ തൊണ്ട ഭയങ്കര വറ്റിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഷോർട്ട് ഗൺ പോയി എടുക്കാം നമുക്ക്. ഓ കിടക്കണ കടപ്പുണ്ടല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോണത് നമ്മുടെ മേലേക്കാണ്. ഇനി നമ്മൾ മേലെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാനുണ്ട്, അപ്പം നമുക്കതും ചെയ്യാം. നമുക്ക് സെക്യൂരിറ്റി റൂമിലേക്ക് നേരെ പോവാം. നമുക്ക് ഗ്ലാസ് ഫീസ് ഇവിടെ തന്നെ അല്ലേ? ഒന്ന് നമ്മൾ ഗ്ലാസ് ഫീസ് അവിടെ തന്നെ അല്ലേ നോക്കാൻ വന്നതാണ്. ഈ കപ്പാപ്പനൊരു വെടി കൊടുക്കണം ആഗ്രഹമുണ്ട്. സ്റ്റൺ ഗൺ, എനിക്ക് സ്റ്റൺ ഗണ്ണ് അപ്പം ആവശ്യമില്ല കേട്ടോ. സ്റ്റൺ ഗണ്ണ് എനിക്കിപ്പോൾ ആവശ്യമില്ല ഗൈസ്. കുറച്ച് നേരം നമുക്ക് അപ്പം അവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, സ്റ്റൺ ഗൺ എടുത്തിട്ടൊരു സൂത്രമുണ്ട്. ഗൈസ് അപ്പം വരുന്നൊന്നും കാണാനല്ല, എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് ഈ ഒരു ഭാഗം ബോറടിക്കാച്ചാൽ നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് വേഗം ചെയ്യുക. എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തരാം. ഞാൻ ഗ്രാനി 3 കമല അങ്ങനെ ഓരോ ഗെയിംസും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ കളിക്കും, എന്തായാലും കളിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോൾ അതേ പാട്ട് വെക്കാൻ പോവാണ്. നല്ലൊരു ഗൈസ്. ഗ്രാൻഡ് വീട്ടിനില്ല, നിങ്ങൾക്ക് ഇരുന്നിട്ട് ബോറടിക്കാൻ ഞാൻ ഒരു കഥ പറയട്ടെ. കഥ പറയട്ടെ, ഈ ഗ്രാൻഡ് കഥ പറയട്ടെ. അപ്പോൾ ഗൈസ്, ഈ ഗ്രാൻഡ് ഈ വഴിയൊന്നും വരുന്ന ഒരു വാക്ക് കാണേ ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. അല്ല, കഥയല്ല, എൻ്റെ ഒരു ഇമോഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളതിന് ഞാൻ ഫസ്റ്റ് ഒന്ന് കളിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയ സമയത്തേക്ക് ഹെലികോപ്റ്റർക്ക് എല്ലാം കിട്ടി. ഗ്യാസോളിനും നമ്മുടെ വെപ്പൺ കീയും മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ അപ്പൂപ്പനും അമ്മയും ചതച്ചിട്ട് കൊന്നു ഗൈസ്. അതിൻ്റെ ദേഷ്യത്തിൽ നമ്മൾ ഈക്കോ ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ ഒരു കളി കളിച്ചു. ഞാൻ ഷൂട്ട് ചെയ്തു ഗൈസ്. എല്ലാവരും ഞാൻ ഷൂട്ട് ചെയ്ത് ചമ്മന്തിയാക്കി. ഈ എത്ര സ്റ്റൺ കണ്ടിട്ടാലും അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് വരുന്നില്ല. അപ്പം ഗൈസ് പ്രാന്തി വരുന്നുണ്ട്. എനിക്ക് ചില സമയത്ത് ഇതൊക്കെ ഒരു ഹിൻസ് ആണോ എന്നൊക്കറിയില്ല. ഈ അപ്പാപ്പൻ വരുന്ന റൂമിൽ നിന്നൊക്കെ ബ്ലാക്ക് കളറിലെ ഷേഡോസ് ഇങ്ങനെ കാണും. ഇതിൽ കാണുന്നുണ്ടല്ലേ അവിടെ ഭാഗം, ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയും ഈ താഴത്തും കൂടി നമ്മുടെ ഷേഡോസ് കാണുന്നുണ്ട്. അതാണ് ഞാനിത് ഇവിടെ തന്നെ നിൽക്കണത്. അടിയിലൊക്കെ ഷേഡോസ് കാണുന്നുണ്ട്, അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് മേലെ നിന്നാണോ അടിയിൽ നിന്നാണോ വീടാൻ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമല്ലോ. അവരൊരു ഹിൻസ് ആണോ എന്നൊക്കറിയില്ല, അവർ തരുന്നൊരു ഷേഡോ ഹിൻസ് ആണോ എന്നൊക്കറിയില്ല. ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ഫീസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. അതേ ആ റൂമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷേഡോ വരുന്നുണ്ട്. മിക്കവാറും എനിക്ക് അവിടെ നിന്ന് വരികക്കാരും എന്നൊരു സംശയമുണ്ട്. അവിടെ നിന്നാണോ വരുന്നത് ഗൈസ്? പേടിയാവുന്നുണ്ട്. അവിടെ നിന്നാണോ ഞാൻ അടിയിൽ നിന്നാണോ വരാമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഗൈസ്. ഇത് തള്ളിയിടുമ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ കേട്ടില്ല. ഒന്ന് ഇങ്ങോട്ട് വന്നൂടെ ഇയാൾക്ക് തന്ത പിടി ഗൈസ്. പിന്നെ ഇങ്ങോട്ടോ കയറ്റിട്ട് വെച്ചിക്കണ് തന്ത. കണ്ടോ, അതേ കണ്ടോ ഷേഡോസ് കണ്ടോ? ഞാൻ പറഞ്ഞു ഷേഡോസ്. അത് നമ്മൾ കൂടുതൽ ഇങ്ങനെ റൈറ്റിക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ വലിയ ഷേഡായിട്ട് മാറും. ഗൈസ് എവിടുന്ന വരുന്നത് മനസ്സിലാവുന്നില്ല നമ്മുടെ അപ്പാപ്പൻ ഗൈസ്. ഏതാ സ്ഥലം? അലമാരയുണ്ട് അവിടെ. ഗൈസ് എവിടുന്ന വരുന്ന ഒരു വീഡിയോയും കിട്ടണില്ല ഗൈസ്. അപ്പാപ്പനെ എവിടെയും കാണാല്ല. അപ്പാപ്പ 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 ഗൈസ്, അപ്പാപ്പനെ കാണാനല്ല. അപ്പാ പോയി. അപ്പാപ്പ നിങ്ങളെവിടെ? നിങ്ങൾ സ്റ്റൺ കണ്ടു പിടിച്ച് എത്ര നേരമായി വെയിറ്റ് ചെയ്യണം അറിയോ? എത്ര നേരമായി അറിയോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഒന്നും കാണില്ല. അപ്പാപ്പൻ അവിടെ നിന്ന് വരുന്നുണ്ടോ?
അവിടെ ഫുള്ള് ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പാപ്പന് ചെറിയൊരിത് കണ്ട മാതിരി ഒരു ചെറിയൊരു മിന്നായം പോലെ അപ്പാപ്പനെ ഞാൻ അവിടെ കണ്ടു ഗൈസ്. സ്റ്റെപ്പ് കയറി വരുന്നത് കണ്ടോ? എനിക്ക് സംശയം ഗൈസ്. അപ്പാപ്പനെ ഞാൻ പറഞ്ഞില്ല അപ്പാപ്പണ്ട് അവിടെ. ഞാൻ ചെറിയൊരു ഷേഡോ കണ്ട്. ആഹാ ഇവിടെ ഉണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് വരുന്നത് ഗൈസ്. നമുക്ക് 2 മിനിറ്റ് അപ്പാപ്പൻ്റെ ശല്യം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ഗ്ലാസ് ഫ്യൂസ് എടുക്കാം. നമുക്ക് ഗ്ലാസ് ഫ്യൂസ് എടുത്തിട്ട് വേഗം മേലക്കോടാം ഗൈസ്. ഓടോടോടോട് വേഗം മേലക്കോടാം. ഇത് നമ്മൾ വെച്ചിട്ടില്ലല്ലേ. നമുക്കൊന്നും കൂടി ചാടണം. നമ്മുടെ ഷോർട്ട് ഗണ്ണും കൂടി എടുക്കാണ്ട് നമുക്ക്. നമ്മൾ ഷോർട്ട് ഗണ്ണ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുക്കാം ഷോർട്ട് ഗണ്ണ് ഗൈസ്. ഷോർട്ട് ഗണ്ണ് അവിടെ ഉണ്ടാവും. ബട്ട് നമുക്ക് മേലെ കുറേ ഉണ്ടകളുണ്ടാവും. എന്തായാലും ഇവിടെയൊക്കെ വന്ന് നമുക്ക് ഡക്ക് ടാപ്പ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം അല്ലേ. അതിൻ്റെ ഉള്ളിൽ മീറ്റാണ്, എനിക്ക് എന്തായാലും അറിയാം. ഇനി നമുക്കിതൊക്കെ വെക്കണ്ടേ ഗൈസ്. ഒരു മടിച്ച് പെണ്ണ അത്ര ഗെയിം കളിക്കാൻ ഗൈസ്. ഇവിടെ തന്നെയാണ്. ഇനി നമുക്ക് എല്ലാ പിക്ചർ പീസും കൊണ്ടുപോയി വെക്കാം. ഫസ്റ്റത്തെ പിക്ചർ പീസൊന്നല്ല, അത് ലാസ്റ്റ് മൂന്നാമത്തേക്കാരം. മൂന്നാമത്തേന്ന് ഗൈസ്. ഇനി ഞാൻ എടുക്കാൻ പോകണത് ചിലപ്പോൾ ഒരു നടുത്തെ അല്ലെങ്കിൽ മേലത്തെ ആയിരിക്കും. മേലത്തെ എടുക്കണം ഗൈസ് ഞാനിപ്പോൾ. അല്ലേ ഈ അപ്പാപ്പ മാത്രമുള്ള പിക്ചറിൽ അമ്മൂമ്മയും വേണ്ടേ ഗൈസ്. നമുക്ക് നടുത്തെ ഒരു പിക്ചർ പീസും കൂടി വേണം ഗൈസ്. എല്ലാം ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അതാണിപ്പോൾ ഞാൻ എന്തായാലും പറയുന്നത്. ആ പിക്ചർ പീസ് എടുക്കാൻ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് അറിയാം നിങ്ങൾക്ക്. പെട്ടെന്ന് എൻ്റെ കിളി പോയി. എന്താ കിളി പോയെന്ന് വെച്ചാൽ എനിക്കൊന്നും കാണാനില്ല. പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ ഒന്നും കാണാനില്ല ഗൈസ്. അതാണ് ഞാൻ ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ചത്. നമ്മുടെ മൂന്നാമത്തെ പിക്ചർ പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിനേക്കാൾ വെച്ചാൽ നമുക്ക് ഷോർട്ട് ഗണ്ണാണ് എടുക്കേണ്ടത്. നമ്മൾക്ക് എന്ത് ചെയ്യാം, നേരെ പോവാം ഗൈസ്. നമുക്ക് ഇതിന് ഷൂട്ട് ചെയ്യണം. ഗൈസ് കണ്ടോ ഗൈസ്, കുറേ ഷോർട്ട് ഗൺ അല്ല ഷോർട്ട് ഗണ്ണിൻ്റെ അമ്മ. ഇതൊന്നും കിട്ടണില്ലല്ലോ ഗൈസിൻ്റെ ഒരു ഐഡിയ ഇട്ടത് ഇങ്ങനെ ചേർത്തിട്ട് മുഞ്ചില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈസിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഗൈസ്. പിന്നെ എന്തല്ല അതോരോന്ന് കേട്ടോ ഞാൻ എടുക്കാൻ നോക്കാം. ഗൈസ് ഒന്നങ്ങനെ ഒന്ന് നമ്മുടെ ഗ്രീൻ കളറായിട്ടുണ്ട്. നമുക്ക് അടുത്തും കൂടി ഒന്ന് ഗ്രീൻ കളറായിട്ടുണ്ട്. ഗൈസ് ജസ്റ്റ് മിസ്സായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് 2 എമോയോ കൊടുക്കാം. അത് ഗൈസ് നമുക്ക് മിസ്സായിപ്പോയി. ഓക്കെ ഇതിനെങ്കിലും ഒന്ന് ഗ്രീൻ ലൈറ്റ് കത്തണേ കത്തി ഗൈസ്. ഇതെന്താ തലയ്ക്ക് ഇനിയിപ്പോൾ വളഞ്ഞിട്ടാണ് പോകും. ഞാൻ പറഞ്ഞു ഗൈസ്, അതും ജസ്റ്റ് മിസ്സായിപ്പോയി. നമുക്ക് അതും മിസ്സായി ഗൈസ്. എന്തൊരു കഷ്ടത്, എന്തൊരു കഷ്ടത്. അല്ല ഗൈസ് ഞാൻ നോക്കിയതായിട്ട് പറഞ്ഞിട്ട് ഗൈസ് എന്താ മൂന്നാമത്തെ തീരെ ഭാഗ്യമില്ലല്ലോ. അതോ നിൽക്കണോ ഭാഗ്യമില്ലാത്ത പഠിച്ചെങ്കിലും നോക്കി തന്നെ ഗൈസ്. പഠിച്ചോണ്ടിൻ്റെ കൂടെ ഗൈസ്. അപ്പം നമുക്ക് ഇനി ഗ്ലാസ് ഫ്യൂസ് എടുക്കണം പോയിട്ട്. ഗ്ലാസ് ഫ്യൂസ് ഇതെന്താ ഹെലികോപ്റ്റർക്ക് തൽക്കാലം ഇപ്പം എന്തെങ്കിലും തോന്നുന്നില്ല, ഇവിടെ തന്നെ കടന്നോട്ടെ. ഗ്ലാസ് ഫ്യൂസ് എടുക്കാം നമുക്ക് ഗൈസ്. ഇതിൻ്റെ സൗണ്ടിന് വല്ല കുറവുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ ഫോണോട് പൊട്ടി തെറിച്ചുകൊണ്ട് പോകും ഗൈസ്. ഇത് ആൻഡ്രോയിഡത്തെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഗ്രാനി ടു ഗെദർ എസ്കേപ്പ് ഒന്നും എന്നോട് പറയരുത്. ഇത് ആൻഡ്രോയിഡാണ്.
അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഗൈസ്. നമുക്ക് ഇനി വാതിൽ തുറന്ന് പോകും ഗൈസ്. എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ ഈ ഗ്ലാസ് ഫ്യൂസ് വെക്കാതെ ഈ പാലം കടക്കാൻ വേണ്ടി പോയതാണ്. അമ്മൂമ്മയുടെ വായിച്ചെന്ന് വീണു. ബോട്ട് സ്റ്റിയറിംഗ് ആണ് ഗൈസ് അത്. ഇനി നമുക്ക് ഡക്ക് ടാപ്പ് വേണം ഗൈസ്. ഡക്ക് ടാപ്പ് വേണം. അല്ല, ഈ ഡക്ക് ടാപ്പ് എവിടെ ഉപയോഗിക്കുക? ഇവിടെയാണോ? ഇവിടെ. ഐ നീഡഡ് ടു ഫിക്സ് ദിസ് റോട്ടർ ബ്ലേഡ്. ബട്ട് ഗൈസ്, എവിടെ നമ്മൾ ഡക്ക് ടാപ്പ് ഉപയോഗിക്കുക? അവിടെയാണോ? എനിക്കൊരു സംശയം ഗൈസ്. സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ ഗൈസ്? ഡക്ക് ടാപ്പ് അവിടെയാണ് ഉപയോഗിക്കുക. അതിന് ഡക്ക് ടാപ്പിനെ കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ സംശയം നോക്കണം? ഇതേതാ സ്ഥലം? ഇതിന് ലോക്കൊക്കെ ഉണ്ടോ? ഓ, ഇതാ മറ്റൊരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതാണ്. നിങ്ങൾക്ക് നേരെ ഹെലികോപ്റ്റർ കയറ്റിട്ട് അവിടെ വെക്കാം. ഇതിൽ ഗ്യാസ്ലൈൻ വേണോ? അതിന് ബോട്ടിൻ്റെ ഇതിനാണോ ഗ്യാസോലിൻ നമുക്ക് ആവശ്യമുള്ളത്? ഒക്കെ അറിയില്ല കേട്ടോ ഗൈസ്. അടിപൊളി ഹെലികോപ്റ്ററാണ് ഗൈസ്. ഇവിടെ തന്നെയാണോ? നമുക്ക് എന്തായാലും ആ ഡക്ക് ടാപ്പ് ഒന്ന് പോയി തരാം. എനിക്ക് തോന്നണത് ഡക്ക് ടാപ്പ്, എനിക്കധികം ഗ്ലാസ് ഫ്യൂസും ഡക്ക് ടാപ്പും എനിക്ക് ഈ അധികം ഹെലികോപ്റ്ററിൻ്റെ ഇതിന് ഞാൻ ചാൻസ് നോക്കണതൊക്കെ എനിക്ക് കിട്ടാറ് അധികം ബോട്ടിൻ്റെ ഒക്കെ അവിടെ നിന്നാണ്. അവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. നമുക്ക് നോക്കി നോക്കാം. അതിന് മുന്നേ ഇവിടെ ഒക്കെ ഒരു ചെയിനൊക്കെ പൊട്ടിച്ചിട്ടൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കതാ വേണ്ടി ഗൈസ്. നമുക്ക് ആ റെഡ് ഡോട്ടുമേന്ന് ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്തോ? നമുക്കിതിലെന്തെങ്കിലുമൊക്കെ നോക്കാം. ഇതിലൊന്നുമില്ലേ? പിന്നെ എന്തിച്ചിട്ട് അവരിവിടെ വെച്ചിരിക്കണതൊക്കെ. ഗായ്സ്, നമുക്ക് കട്ടിംഗ് പ്ലെയർ വേണം. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് ഗ്രാനൈറ്റ് എടുക്കുകയാണ് ഗായ്സ്. നമുക്കിത് അപ്പാപ്പൻ്റെ മേത്ത് കണ്ടിടാം. ഇവിടെ എങ്ങാനും അപ്പാപ്പൻ ഉണ്ടോ? ഉണ്ട്, അപ്പാപ്പനുണ്ട്. അതാ അപ്പാപ്പൻ. അപ്പാപ്പനെ ചതിച്ചു പോയി ഗായ്സ്. കൂട്ടുക ഏതെങ്കിലും എൻ്റെ മേത്തേക്ക് പൊട്ടത്. ഞാൻ പിന്നെ കാട്ടിയിട്ട് എൻ്റെ മേത്തേക്ക് പൊട്ടി. നല്ല കഷ്ടമായി പോയിട്ടോ. ഞാനെന്ത് കാട്ടിയിട്ടാണ് അവൻ എൻ്റെ അടുത്ത് പൊട്ടിപ്പോയത് ഗൈസ്. നമ്മുടെ മൂന്നാമത്തെ ഡേ രണ്ടാമത്തെ ഡേ ആയി ഗൈസ്. നമുക്ക് ഡക്ക് ടാപ്പ് അവിടെ ഉണ്ടോക്കി വെക്കാം. ഡക്ക് ടാപ്പ് ഉണ്ടോക്കി വെക്കാം ഗൈസ്. എനിക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്നാണ് കിട്ടാറ്. ഗൈസ്, ഇവിടെ ഡക്ക് ടാപ്പിൽ ഉണ്ട് ഗൈസ്. നമുക്ക് ഡക്ക് ടാപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ മേലെ കയറി സുരക്ഷിതമായി മേലെ കയറി വെക്കാം. ഐ സി യു. ഇതാ വരുന്നു ഗൈസ്. അല്ല മോളെ, നീ എങ്ങോട്ടാ ഓടുന്നേ? ഞാനുണ്ട് നിന്റെ കൂടെ. അവിടെ നിൽക്കടി. നീ എവിടെയാ? ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ ഉണ്ടോ? വാടി, നീ എൻ്റെ അടുത്തേക്ക് വാടി. നമുക്ക് കൂടാം. അപ്പൂപ്പന് കാലിന് തീരെ വയ്യ തോന്നുന്നു. എടി പണ്ടാറം കെട്ടവളെ, അവിടെ നിൽക്കടി. എൻ്റെ കാലിന് തീരെ വയ്യ. ആയിക്കോട്ടെ, ഞാൻ എന്ത് വേണം ഗൈസ്. അപ്പം നമുക്ക് ഡക്ക് ടാപ്പും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്രോബാർ മാത്രം കിട്ടിയിട്ടില്ല കേട്ടോ. എവിടെയാണാവോ ക്രോബാർ കിട്ടിയിട്ടില്ല. നമുക്ക് ഡക്ക് ടാപ്പ് വെക്കാം എന്തായാലും ഗൈസ്. നമ്മളിങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. നമുക്കിനി ഡക്ക് ടാപ്പ് വെച്ചിട്ട് വേഗം എസ്കേപ്പ് ആവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ മറ്റെന്താണ് ഗസോലിൻ വേണോ? ഗസോലിൻ ആവശ്യമുണ്ടോ ഗൈസ്? അവിടെ തന്നെ വെക്കാമെന്നൊക്കെ മനസ്സിലായി ഗൈസ്. നമ്മൾ സമയം നോക്കിയതാണ്, അതിലല്ല നമ്മൾ എത്ര മിനിറ്റ് തുടങ്ങിയിട്ടുള്ള നോക്കിയതാണ്. അല്ല, ഇതെന്തപ്പത്? I can start the helicopter yet. What is this? What? ഗസോലിൻ ആവശ്യമുണ്ടോ ഇതിന്? ഒരു സംശയം. ഒന്നും കൂടി കയറി വെക്കാം. ഗ്യാസോലിൻ വേണോ നമുക്കിതിന്? എന്താണത്? ഗസോലിൻ ആവശ്യമുണ്ടോ? ഗസോലിൻ ആവശ്യമുണ്ട്.
ഗൈസ് നമുക്ക് ഗസോളിൻ ആവശ്യമുണ്ടോയെന്നൊന്ന് തിരഞ്ഞ് നോക്കതിൽ. ഐ ക്യാൻ സ്റ്റാർട്ട് ദി ഹെലികോപ്റ്റർ. ഗസോളിൻ എവിടെയെങ്കിലും വേണോ നോക്കി വെക്കാം. അതൊക്കെ നമ്മൾ റെഡിയാക്കി. ഇനിയിപ്പോൾ എന്തെങ്കിലും വേണോ? ഇവിടെ ഒന്നും കള്ളിന് അപ്പുറത്തൊക്കെ പോകാൻ പറ്റില്ല. എനിക്ക് തോന്നണേ ഗസോളിൻ വേണ്ടി വരും എന്നാണ്. ഗൈസ് ഗസോളിൻ വേണം, ഗ്യാസോലിൻ വേണം. ഗസോളിൻ അല്ല ഗ്യാസോലിൻ, ഗ്യാസോലിൻ അത് വേണം ഗൈസ്. നെഞ്ചിലെ നമുക്ക് എവിടെ നിന്ന് കിട്ടും ഗൈസ് അത്? അപ്പോൾ നമുക്കിനി നേരെ മറ്റേ ക്രോബാർ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ കിട്ടുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. ക്രോബാർ നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പം എന്താ അവിടെ ഗൈസ്? മിക്കവാറും ഞാൻ ഈ വീഴ്ചയിൽ മഴിക്കും ആൾക്കാരും അപ്പം വന്നിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാണ്ട് ഗൈസ്. ഇതിൻ്റെ വോളിയം ഞാൻ കുറച്ച് വെച്ചാണ്, പിന്നെയും കൂടും ഗൈസിൻ്റെ. ക്രോബാർ എവിടെ ഗൈസ്? ക്രോബാർ എനിക്ക് ക്രോബാർ വേണം ഗൈസ്. ക്രോബാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടിയൊക്കെ തുറക്കാറുള്ളൂ. അതിന് ക്രോബാർ കിട്ടിയാലല്ലേ പെട്ടി തുറക്കാൻ പറ്റുള്ളൂ ഗൈസ്. അല്ല അപ്പാപ്പൻ വരുന്നുണ്ടോ ഇതിലേക്കൂടെ? അപ്പാപ്പൻ വരുന്നൊന്നുമില്ല. എനിക്ക് അപ്പാപ്പനെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നല്ലേ ഗൈസ് ഹെലികോപ്റ്റർ മാനുവൽ കിട്ടിയത്? ഗൈസ് അധികമൊന്നുമില്ല. ഇതിൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് ആയിരുന്നു അല്ലേ? ഇനി നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകാനുള്ള സ്ഥലം? എന്നാൽ അപ്പാപ്പനെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാം നമുക്ക്. അപ്പാപ്പൻ വരുന്ന സൗണ്ടൊക്കെ കൊണ്ട് മറ്റേ ഗ്രാൻഡ റേഡിയോയിലെ പാട്ടൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ അപ്പാപ്പൻ വരുന്നുണ്ട്. ഷൂട്ടും കൊടുക്കല്ലേ. ഇനി നമുക്ക് നേരെ ക്രോബാർ തപ്പി നടക്കണം. ഇവിടെ നമുക്ക് സേഫ് കീ വേണം. ആ മേശയുടെ ഉള്ളിലൊന്നുമില്ലാതെ നമ്മൾ നാട്ടിൽ കണ്ടാണ്. നമുക്കിപ്പോൾ ക്രോബാർ തപ്പി നടക്കലേ ഇന്നേ പണിയുള്ളൂ ഗൈസ്. നമ്മൾ ആ മുകളിലത്തെ ഷെൽഫൊക്കെ തുറന്നോ? ഇല്ല, ഷെൽഫ് ഞാൻ തുറന്നോ? ഒരു സംശയം. നമുക്ക് ആ മേലെ കൂടെ കയറുന്നേക്കാളും സേഫ് ഇത് കൂടെ കയറാം കേട്ടോ. അല്ല, കുറച്ചും കൂടിയും നമ്മുടെ ഷോർട്ട് കട്ട് വഴി ഇത് കൂടെ കയറുകയാണ്. അപ്പോൾ ഗായ്സ് ഞാൻ സേഫ് കീ വിചാരിച്ചിട്ട് അത് കൂടെ കയറി വന്നത്. നമ്മൾ ഈ മേലത്തെ എല്ലാ ഷെൽഫും തുറന്നു. അടിയത്തെ ഷെൽഫൊക്കെ തുറന്നു അല്ലേ? മേലത്തെ ഷെൽഫ് ഞാൻ തുറന്നിട്ടില്ലല്ലോ ഗായ്സ്. ക്രോബാർ കിട്ടി ഗായ്സ്. നമുക്ക് അവിടുത്തെ പെട്ടി തുറന്ന് നോക്കി വെക്കാം. അതിൻ്റെ ഉള്ളിൽ എന്താണാവോ? ബോട്ടിൻ്റെ വല്ല സാധനം അച്ഛനല്ലോ ഗായ്സ്. അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് കിട്ടി. നമ്മളെങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പോകുകയാണല്ലോ ഗൈസ്. നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗ്യാസ് ഫുൾ ടാങ്ക് അടിക്കണം. അയ്യോ നല്ല സമാധാനം. എനിക്ക് എന്തോ എൻ്റെ മനസ്സൊക്കെ കിടന്ന് പെടപെടാ പിടക്കുന്നു ഗൈസ്. നല്ല സന്തോഷം. നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. എത്ര മതിയോ? ഗൈസ് നമുക്ക് ഫുൾ ടാങ്ക് അടിക്കണം. എൻ്റെ മനസ്സൊക്കെ കിടന്ന് പെടപെടാ പിടക്കുന്നു. എൻ്റെ കൈയൊക്കെ വിറക്കുന്നു ഗൈസ്. എന്ന് ശ്രമിച്ചാൽ പറ്റാറില്ല ഹെലികോപ്റ്റർ എസ്കേപ്പ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പ് പറ്റി ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ പോവാണ് ഗൈസ്. നമ്മളങ്ങനെ പോവുകയാണ്. എന്താ പോവാത്ത? ഇനി എന്തെങ്കിലും വേണോ ഗൈസ്? നമുക്ക് ബ്രൈറ്റ്നെസ് ഫുള്ള് കൂട്ടി വെക്കാം. ഇക്കതൊക്കെ ഒന്ന് കാണണം ഗൈസ്. പോവില്ലത് ഗൈസ്. പോവണ്ടേ ഇവിടെ അപ്പാപ്പൻ്റെ വലിയ ഇവിടെ ഗൈസ്. അപ്പാപ്പൻ ഞാൻ പോകുന്നു ഗൈസ്. നമ്മളങ്ങനെ ഹെലികോപ്റ്റർ എസ്കേപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ബോട്ട് എസ്കേപ്പ് പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം.